മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയായ മാക്കിൻ്റെ ചെയർമാന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അതാണിപ്പം റീസെൻ്റ്ലി നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ട് നമ്മുടെ ഈ ത്രഷ് ചേഞ്ച് ഇൻക്രിമെൻറ്റ് ജൂലൈ 22 മുതൽ ഉണ്ടോ ഇല്ലയോ എന്ന്. കാര്യം അത് ഇനി ഓവർസീസിൽ നിന്ന് യാതൊരു കാരണവശാലും കെയറർ വിസ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വിസ എടുക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരാൻ നിൽക്കുന്നവർക്ക് ഒരു സംശയമായിരുന്നു PSW എന്തായിരിക്കും ഇനി. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുക്കെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വരുന്ന ജൂലൈ 22 അത് UK-യിലുള്ളവരുടെയും UK-യിലോട്ട് വരാനിരിക്കുന്നവരുടെയും ജീവിതത്തിൽ വരുത്താൻ പോകുന്ന കുറേ മാറ്റങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ഞങ്ങളുടെ ലൈഫിലും. അതായത് നമ്മൾ വളരെ ഓരോ പ്രതീക്ഷയും വെച്ചിട്ടാണ് നമ്മൾ UK എന്ന ഒരു രാജ്യം തിരഞ്ഞെടുത്തതും ഇവിടെ വന്ന് കുറേ നാൾ സ്ട്രഗിൾ ചെയ്ത് പലതും ആകാൻ ശ്രമിച്ചതും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ നിയമമാറ്റങ്ങൾ ഞങ്ങൾ വന്ന് ഈ 4 വർഷത്തിൽ നടന്നു. അതിലെ സുപ്രധാനമായി പെട്ടെന്ന് വരാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഈ വരുന്ന ജൂലൈ 22, അതായത് വരാൻ പോകുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ UK റൂൾസിൽ ചേഞ്ച് വരുത്താൻ പോകുന്ന കുറച്ച് മാറ്റങ്ങൾ. അപ്പം നമ്മൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്, അത് വരുന്നു ഇത് വരുന്നു മറ്റേത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് കൃത്യമായിട്ടും പറഞ്ഞാൽ 22-ാം തീയതി മുതൽ നമ്മുടെ UK വിസ റൂൾസിൽ വരുന്ന ചേഞ്ചുകൾ, അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിസ പ്രോസസ്സ്, COS, അതിൻ്റെ കൂടെയുള്ള സാലറി ആൻഡ് ഡിപ്പെൻഡൻസ്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള വിസ ആട്ടെ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ളതാട്ടെ, നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത് സ്കിൽഡ് വിസ അല്ലെങ്കിൽ ടയർ 2 വിസ. അപ്പോൾ അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഇപ്പോഴും പറയുക, നമുക്ക് COS കിട്ടിയതിന് ശേഷം 8 വീക്സിനുള്ളിൽ മാത്രം, ബയോമെട്രിക്സ് കഴിഞ്ഞ് 8 വീക്സിനുള്ളിൽ മാത്രമായിരിക്കും നമുക്ക് ഡിസിഷൻ അറിയാൻ പറ്റുന്നത്. അത് പ്രീവിയസ്ലി അത് തന്നെയായിരുന്നു. ഈ സാലറി ത്രഷ് ചേഞ്ച് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ജൂലൈ 22-ന് മുന്നേ COS ലഭിച്ചവർക്ക് പഴയ സാലറി റേഞ്ച് തന്നെ ആയിരിക്കും. പക്ഷെ അതിനുശേഷം വരുന്നവർക്ക് ഈ 38,700 എന്നുള്ള ത്രഷ് റേഞ്ചിൽ നിന്നും 41,700 ചേഞ്ച് ആയി എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം ഹോം സെക്രട്ടറി നമ്മുടെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയായ മാക്കിൻ്റെ ചെയർമാന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അതാണിപ്പം റീസെൻ്റ്ലി നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ട് നമ്മുടെ ഈ ത്രഷ് ചേഞ്ച് ഇൻക്രിമെൻറ്റ് ജൂലൈ 22 മുതൽ ഉണ്ടോ ഇല്ലയോ എന്ന്. കാര്യം അത് ഇൻക്രിമെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ ന്യൂസുകളിൽ കാണുന്നുണ്ട്, ബട്ട് ഒഫീഷ്യലി വെബ്സൈറ്റിലൊന്നും അവൈലബിൾ അല്ല. ഈ 2 കാര്യങ്ങളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാലറി റിക്വയർമെൻറ്റ്സ്, സാലറിയിൽ ഇൻക്രീസ് വേണോ, ഏതൊക്കെ സാലറിയിലാണ് ഇൻക്രീസ് വേണ്ടത്, അതിനെ പറ്റിയിട്ട് അഡ്വൈസറി കമ്മിറ്റിയോട് ഒരു 6 മാസത്തിനുള്ളിൽ ഫുൾ അനലൈസ് ചെയ്ത് എല്ലാ ജോബിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്ത് ഏതൊക്കെയിൽ ഇൻക്രീസ് വേണം എന്നതിനെ പറ്റിയ റിപ്പോർട്ട് 6 മന്ത്സിനുള്ളിൽ സമർപ്പിക്കാനാണ് ലെറ്ററിലെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്ന് 180+ ജോബുകൾ എടുത്ത് കളയാണ്. ഇനിയും ആ ലിസ്റ്റിൽ ഏതൊക്കെ ജോബുകൾ വേണം, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ഇനിയും ഡിലീറ്റ് ചെയ്യാനുണ്ട്, അതിനെ പറ്റിയിട്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. അതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് വിത്തിൻ 6 മന്ത്സും സെക്കൻഡ് റിപ്പോർട്ട് 12 മന്ത്സിനും ശേഷം സമർപ്പിച്ചിട്ട് അതിന് ശേഷമായിരിക്കും ഇനി വരാൻ പോകുന്ന വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ ഈ സ്കിൽഡ് വർക്കർ വിസയിൽ. ഒഫീഷ്യലി വെബ്സൈറ്റുകളിലൊന്നും തന്നെ ഈ സാലറി ത്രഷ് റേഞ്ചിൽ വ്യത്യാസം വരുത്തുന്നതായിട്ടും പറയുന്നില്ല. നമുക്കറിയില്ല ഇവരുടെ കാര്യമായതുകൊണ്ട്. അപ്പം ന്യൂസുകൾ പറയുന്നുണ്ട് 41,700 മാറ്റും ന്യൂ ത്രഷ് എന്ന് പറയുന്നത്. പക്ഷേ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാം വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം അതുപോലെ തന്നെ അവരുടെ ഡിപ്പെൻഡൻസിൻ്റെ കേസും ഈ പറഞ്ഞ പോലെ വേറെ റെസ്ട്രിക്ഷൻസ് ഓർ ഇംഗ്ലീഷ് ടെസ്റ്റുകളോ ഒന്നും ഇപ്പം വരെയും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ പഴയതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം. അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിലുള്ള സംഭവം. അപ്പം ഈ ഹെൽത്ത് കെയറിൽ ഇപ്പോഴും ചില ജോലികൾ എലിജിബിൾ ആണ്, വിസ പ്രോസസ്സിൽ എലിജിബിൾ ആണ്. ബട്ട് കെയറർ വർക്കേഴ്സ് കംപ്ലീറ്റ്ലി ഓവർസീസിൽ നിന്നും വിസ കിട്ടുന്നതായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി ഓവർസീസിൽ നിന്ന് യാതൊരു കാരണവശാലും കെയറർ വിസ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വിസ എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന വലിയൊരു സംശയം, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ILR, അതായത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ഓർ PR എന്ന് പറയുന്നത് 5 വർഷത്തിൽ നിന്നും 10 വർഷത്തേക്ക് ആക്കുന്നു എന്നുള്ള കാര്യം. അതും അൺസർട്ടനിറ്റിയാണ്. കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിന് ILR 5 വർഷം തന്നെ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. വേറെ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് മാറ്റങ്ങളോ ഒന്നും ഈ പറഞ്ഞ ജൂലൈ 22 എന്നുള്ള ഡേറ്റിലോട്ട് പറയുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഒന്നെങ്കിൽ കെയറർ വിസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ബാർ അറ്റൻഡർ അതുപോലത്തെ വിസയിലോട്ടൊക്കെ മാറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നു, പഠിക്കുന്നു, ഓൾമോസ്റ്റ് പാസ്സായാലും ഇല്ലേലും ഈ ഒരു കാറ്റഗറിയിലോട്ട് മാറുന്ന ഒരു പ്രവണത കൂടിയത് കാരണം. അതുപോലെ തന്നെ ഓഫ് ലൈസൻസ് ഷോപ്പിൽ ജോലി ചെയ്യാം, റെസ്റ്റോറൻറ്റ് മാനേജർ പൊസിഷൻ അല്ലെങ്കിൽ ചുമ്മാ എടുത്തു കൊടുക്കാൻ നിൽക്കുകയായിരിക്കും. പക്ഷേ ഷെഫിൻ്റെ വിസ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ നിൽക്കുക. അങ്ങനെ കുറേ ഇൻക്രീസ് വന്നത് കാരണം അത്
കണ്ടിന്യൂസ്ലി ഇവർ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഇനിയും അതുപോലത്തെ വിസകളെല്ലാം തന്നെ എടുത്തു കളയാണ്. ഏതൊക്കെയാണോ ഒഫീഷ്യൽ UK വെബ്സൈറ്റിൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ജോലികൾ, അതിന് മാത്രമേ നമുക്കിനി മുതൽ വിസ നമുക്ക് അവർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ബുച്ചർ അല്ലെങ്കിൽ വെൽഡിങ്, പെട്രോൾ സ്റ്റേഷനിൽ മാനേജർ, ഓഫ് ലൈസൻസ് ഷോപ്പിൽ ജോലി ചെയ്യുന്നു, റെസ്റ്റോറൻറ്റ്സിൽ ജോലി ചെയ്യുന്നു, ഇതൊക്കെ കൂടാതെ 180+ ജോബുകളാണ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മൾ നാട്ടിൽ നിന്നും പഠിക്കാനും അല്ലെങ്കിൽ മറ്റ് വിസകളെന്നും പറഞ്ഞ് ഇവിടെ വന്ന് സ്വിച്ച് ചെയ്ത പല ജോബുകളും ഇനി നിലവിലില്ലാത്തത് കാരണം മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യനെ മാത്രമല്ല പറയുന്നത്, നൈജീരിയൻസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, ബംഗ്ലാദേശീസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ രാജ്യത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇവരുടെ എല്ലാം മൈഗ്രേഷൻ വളരെ രീതിയിൽ കട്ട് ഡൗൺ ആവും. അപ്പം ഇനിയും വിസ സ്വിച്ചിങ് വളരെ പാടാവുന്നതോടുകൂടി അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ റൂൾ ചേഞ്ചിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വിസ സ്വിച്ചിങ് പാടാവണം, ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് അത് ഇവരുടെ എക്കണോമീനെ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളെ ഹൈ ലെവലിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ളവരെ മാത്രമേ ഇവിടെ അവർക്ക് ആവശ്യമുള്ളൂ. സാധാ ജോലികൾക്ക് ഇവിടെ ഉള്ളവരെ തന്നെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം. അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ PSWയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഒരു വലിയ ആശ്വാസമായിരുന്നു ന്യൂ എൻട്രൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല, സ്റ്റിൽ എലിജിബിൾ ആണ്. ബട്ട് ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു സാലറി ത്രഷോൾഡ് റേഞ്ച് 38,700 നിന്നും 41, ഓൾമോസ്റ്റ് ഒരു 3000 പൗണ്ടിൻ്റെ വ്യത്യാസം വന്നത് കാരണം ന്യൂ എൻട്രൻറ്റിനും ഇതുപോലെ തന്നെ അതിൻ്റെ 70% എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 30,900 എങ്ങാണ്ടായിരുന്നു ന്യൂ എൻട്രൻറ്റിന് വേണ്ടിയിരുന്ന സാലറി. ഒബിയസ്ലി ഇത് കൂടുന്നത് കാരണം ഇവിടെ ഒരു ഇൻക്രീസ് ഉണ്ടായി. ഒരു 2000-3000 പൗണ്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ന്യൂ എൻട്രൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വിസ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ന്യൂ എൻട്രൻറ്റ് അല്ലെങ്കിൽ സാലറി റേഞ്ചിൽ ഇൻക്രീസ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും PSW അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്ക് ടയർ 2 വിസയിലോട്ട് മാറാനുള്ളത് വളരെ പ്രശ്നമാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കമ്പനിയുടെ പ്രശ്നമല്ല, കമ്പനി നമ്മളെ തഴയുന്നതുമല്ല, ബട്ട് അവർ നമ്മളെ ഇത്രയും സാലറി കൊടുത്ത് ഒരു ന്യൂ എൻട്രൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ജോലിക്ക് നമ്മളെ എടുക്കാന്ന് പറയുന്നത് അത് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയൊരു ബർഡനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരിച്ചിരി പാടുള്ള പരിപാടിയായിരിക്കും. ഓൾറെഡി ജോബിൽ ഓൺഗോയിങ് ആയിട്ടുള്ളവർക്ക് പിന്നെയും കുഴപ്പമില്ല, നിലവിൽ ഇനിയും ജോബ് സെർച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഈ ജൂലൈ 22 എന്ന് പറയുന്നത് വലിയൊരു ദൂരം ഇല്ല, ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ വിസ സ്വിച്ചിങ് ഒരിച്ചിരി കഠിനമാകാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരാൻ നിൽക്കുന്നവർക്ക് ഒരു സംശയമായിരുന്നു PSW എന്തായിരിക്കും ഇനി. കറൻ്റ്ലി PSWയിൽ യാതൊരു ചേഞ്ചും അവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. കറൻ്റ്ലി ഉള്ള 2 ഇയർ PSW തന്നെ ആയിരിക്കും, വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാ കോഴ്സുകൾക്കും PSW എലിജിബിൾ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരിടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റാലിറ്റി ഗ്രാജുവേറ്റ്സിന് PSW എലിജിബിൾ ആവത്തില്ല എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതും കൺഫേംഡ് അല്ല. ഇപ്പോൾ വരെയും ഹോസ്പിറ്റാലിറ്റി ഗ്രാജുവേറ്റ്സിനും ഓൾ ദോസ് ഹു ആർ കമ്മിങ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വരുന്നവർക്ക് PSW 2 ഇയേഴ്സ് തന്നെ സ്റ്റേ ബാക്ക് ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു, PSW എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ജോലിക്ക് അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് PSWയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ന്യൂസുകളുണ്ടായിരുന്നു. പക്ഷേ കറൻ്റ്ലി അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പോഴത്തെ അവരുടെ ന്യൂസ് അനുസരിച്ച് എല്ലാവരും തന്നെ PSWന് എലിജിബിൾ ആണ്, നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം. പിന്നെ വർക്ക് ലിമിറ്റ് അതും ഒരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, സ്റ്റുഡൻസിന് ഇനിയും അവരുടെ ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ ലിമിറ്റ് അവർ കട്ട് ചെയ്യാമെന്ന്. പക്ഷേ കറൻ്റ്ലി അതിനും യാതൊരു കൺഫർമേഷനും ഇല്ല. 20 hours തന്നെ പെർ വീക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇന്ന ജോലിന്നൊന്നുമില്ല, ഏത് ജോബിന് വേണേലും നമുക്ക് ഈ പറഞ്ഞ പോലെ 20 hours പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ചോദിച്ചതെല്ലാവരും PhD ചെയ്യുന്നവരുടെ ഡിപ്പെൻഡൻസിനെ നിർത്തുന്ന എന്തെങ്കിലും റൂള് വരുന്നുണ്ടോ? കറൻ്റ്ലി അതിനും യാതൊരു കൺഫർമേഷനും ഇല്ല. ഇപ്പോൾ ഉള്ളവരും ഇനി വരാൻ പോകുന്നവർക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ യാതൊരു ചേഞ്ചസും പറയുന്നില്ല. UK ഗവൺമെൻറ്റിൻ്റെ ഈ ന്യൂസുകളൊക്കെ വരുന്ന വെബ്സൈറ്റുകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിങ് ചെയ്തേക്കാം. നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ജസ്റ്റ് നമ്മുടെ ഇമെയിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അതിൽ വരുന്ന പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ഇമെയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പം ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പോൾ അതും കൂടെ നമ്മൾ താഴെ പിൻ ചെയ്തേക്കാം. അപ്പം അതും വായിച്ച് നോക്കുക. നമ്മൾ ജസ്റ്റ് ന്യൂസുകളെയോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ മാത്രം നമ്മൾ വിശ്വസിച്ച് പോകരുത്. എപ്പോഴും UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിലാണ് ഒഫീഷ്യലി കാര്യങ്ങൾ പറയാം. വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഇറ്റ്സ് മീ വീമ സൈനിങ് ഓഫ് ഫ്രം അവീസ് UK ചാനൽ. ബൈ.